അർജന്റ് ഡെലിവറി ഈ ക്രിസ്മസ് കഴിയുന്നത് വരെ നമ്മൾ അർജന്റ് ഡെലിവറി എടുക്കുന്നില്ല. കാരണം അർജന്റ് ഡെലിവറി ഇവിടെ ഉണ്ട്, അർജന്റ് ഡെലിവറി ചാർജസ് അപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മൾ അത് ക്രിസ്മസ് കഴിയുന്നത് വരെ എടുക്കുന്നില്ല. കാരണം ക്രിസ്മസ് കഴിയുന്നത് 26th വരെ ഒരുവിധ കൊറിയർ സർവീസ് എല്ലാം തന്നെ നോട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അർജന്റ് ഡെലിവറി കമ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ വെറുതെ നിങ്ങളുടെ കാശും കളഞ്ഞ് അർജന്റ് ഡെലിവറിയുടെ പൈസ ഇവിടെ അടയ്ക്കേണ്ടതില്ല. ക്രിസ്മസ് കഴിയുന്നത് വരെ അർജന്റ് ഡെലിവറി ഇനി കിട്ടത്തില്ല. ഒരു 28th മുതൽ പിന്നെയും നമുക്ക് അർജന്റ് ഡെലിവറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് നമ്മളെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴേ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും കേട്ടോ. അർജന്റ് ഡെലിവറി വേണ്ടവർക്ക്, അതായത് ഫാസ്റ്റായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചാൽ ഈ പ്രോഡക്റ്റ് ഫാസ്റ്റായിട്ട് കിട്ടും. സാധാരണ രീതിയിൽ നമുക്ക് കേരളത്തിൽ കൊറിയർ ചാർജ് ഇല്ല, ഷിപ്പിംഗ് ഫ്രീ ആണ്, നമ്മൾ ഫ്രീ ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്. അപ്പോൾ ചിലർക്ക് പക്ഷേ ഇപ്പോൾ 1-2 ദിവസത്തിനകത്ത് വേണം, 2-3 ദിവസത്തിനകത്ത് വേണം എന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഓഫർ. അപ്പോൾ ഈ ഓഫർ ബൈ 1 get 1 500 rupees. വെബ്സൈറ്റിൽ പലവിധ അളവുകളുണ്ട്. വെബ്സൈറ്റിൽ ഓഫറില്ല. ഓഫർ വേണ്ടവർ വാട്സപ്പ് ത്രൂ മാത്രം കോൺടാക്ട് ചെയ്യുക. നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ലാത്തവർക്കാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമ്മൾ അഡ്രസ്സും ഡീറ്റെയിൽസും ചോദിച്ചാലും പിന്നെയും നമ്പർ താ സ്കാനർ താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആദ്യം കാശെല്ലാം മേടിച്ച് വെക്കേണ്ടത് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ആണ്. എന്നിട്ടല്ലേ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ആദ്യമേ തന്നെ കാശ് മേടിച്ച് വെക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നമ്മൾ ആദ്യമേ തന്നെ കസ്റ്റമറുടെ ഡാറ്റ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരണം. അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമുക്ക് തരണം. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ ആദ്യമേ തന്നെ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ അഡ്രസ്സ് അയച്ചോ എന്നുള്ളൊരു നിലപാട് നമുക്കില്ല. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ ഇല്ല. വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏതൊരു ഓൺലൈൻ വെബ്സൈറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അഡ്രസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റാണ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പോയിട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ആദ്യമേ തന്നെ എല്ലാ പ്രോഡക്റ്റും ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അളവ് സെലക്ട് ചെയ്ത് നമ്മുടെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒക്കെ ഫില്ല് ചെയ്ത് അവസാന ഘട്ടമാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്സപ്പിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇൻഫോം ചെയ്ത് നമ്മൾ അതിൻ്റെ വില തന്ന് നിങ്ങളുടെ ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കിട്ടും. അതിനകത്ത് കറക്റ്റായിട്ട് ഡെലിവറി പീരീഡും റിട്ടേൺ പോളിസിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടും. ഇനിയിപ്പം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ടൈമിനകത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും പാനിക് ആവേണ്ടതില്ല. ഉടനെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ത്രൂ മെസ്സേജ് ഇടുക. നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പ്രോഡക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്ത് നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ. പിന്നെ മിക്കവാറും പ്രോഡക്റ്റ് കിട്ടാതെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും. കാരണം കസ്റ്റമർ ഫോണിൽ അവൈലബിൾ